തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നില്ല. അതുകൊണ്ട് പൂർണ്ണമായി കാര്യങ്ങൾ പറയാറായില്ല. എന്നാൽ ഇതുവരെയുള്ള ഫലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയം ഉണ്ടായെന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന കാര്യം വളരെ ഗൗരവമായി LDF എന്ന നിലയിൽ, പാർട്ടി എന്ന നിലയിൽ പരിശോധിക്കും. എന്നിട്ട് ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ഒരു കാര്യമാണ്, വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും LDF പരാജയപ്പെടാൻ പാടില്ല. അതിന് മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ജില്ലയിലടക്കം ക്ഷേമ പ്രവർത്തനം, പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകും. അപ്പോൾ അതെല്ലാം വാങ്ങിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഭരണവിരുദ്ധ വികാരമെന്നൊന്നും പറയാറായില്ല. അതൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിച്ചിട്ട് പറഞ്ഞു. ആശാന്റെ മണ്ഡലത്തിൽ രാജാക്കാട് പഞ്ചായത്ത് ഉൾപ്പെടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പോയിട്ടുണ്ടാവും ഭരണം നഷ്ടപ്പെടുന്നത്. ആയിക്കോട്ടെ. എൻ്റെ പഞ്ചായത്ത്, എൻ്റെ മണ്ഡലത്തിൽ 10 പഞ്ചായത്തും പോയത് ശാന്തമ്പാറ LDF കിട്ടിയിട്ടുണ്ട്. കുടുംബജോല ഇതിന് ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിയെന്ന് പറയുമ്പോഴും ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടായി, ഇലക്ഷൻ സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത്? സ്റ്റണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാമ്പാട് എന്നിട്ട് ഏതോ തക്കതായ ജനങ്ങൾ നന്ദികേട് കാണിച്ചു എന്നാണോ? പിന്നല്ലാതെ നന്ദികേടല്ല, നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനം, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൽ ഗവൺമെൻറ് നടത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചുകൊണ്ട് നല്ല ഭംഗിയായി നമുക്ക് വെച്ചുകൊണ്ടാണ് എണ്ണി തോന്നുന്നത്. ഈ ശബരിമല വിഷയമൊക്കെ വലിയ തിരിച്ചടിയായിട്ടുണ്ടോ? ശബരിമല വിഷയമൊന്നും അല്ലല്ലോ. ശബരിമല വിഷയത്തെ നമ്മളെന്നെ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയമൊന്നും ആളുകൾ രാഹുൽ മാങ്കൂട്ടം വിശേഷം അതൊന്നും വലിയ വിഷയമൊന്നും ആയില്ല. അപ്പൊ എന്താ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കാണ് ഇന്ന് രക്ഷ എന്നാണ്. ഇടുക്കി പോലുള്ള ഒരു സ്ഥലത്ത് ഭൂപതിവ് ചട്ട ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമായി, എന്നിട്ട് ഇത്രയും വലിയൊരു തിരിച്ചടി ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിധി വന്നതെന്ന് ഞങ്ങൾ പൂർണ്ണമായി എല്ലാ ഘട്ടത്തിലും പരിശോധിച്ചു. ഒരു യോജിത അത് തോറ്റത്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയും LDF പരിശോധിക്കും. ഇടുക്കി ജില്ലയിലെ കാര്യവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ പാർട്ടി വിശദമായി പരിശോധിക്കും. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വശമുണ്ടോ, അഥവാ LDF പ്രവർത്തനങ്ങളുണ്ടോ, അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളാണോ, ഇതെല്ലാം പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടി. ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം വലിയ ശക്തിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അടിതെറ്റി നാശമായിരിക്കും. അതിപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യം അതൊക്കെ വിശദമായി നോക്കാം. ഏതായാലും തോൽവിയാണ്. എന്തുകൊണ്ട് എന്ന കാര്യം തിരുത്തൽ നടപടികൾ അതല്ലേ അല്ല തോറ്റു എന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കണം. തോറ്റു എന്ന് പറഞ്ഞാൽ മുമ്പ് മടക്കി കുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങണം. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അങ്ങോട്ട് പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. തോൽവി പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, തോൽവി നേരിട്ടിട്ടുണ്ട്, പലപ്പോഴും ജയിച്ചിട്ടുണ്ട്. തോറ്റപ്പോഴും ധൈര്യമായി മുണ്ടും മടക്കി കുത്തി നിന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ, ഇത് വേറെ അല്ല. കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഉടുമ്പൻചോലയിൽ ഉൾപ്പെടെ UDF ജയിക്കാൻ പോവാണ് അടുത്ത നിയമസഭാ മണ്ഡലത്തിൽ. അതവിടെ അന്നേരം കാണാം. അന്നേരം കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അധികം ദൂരമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തോൽവിയെ വളരെ വലിയ പ്രശ്നമില്ല. ഇതൊന്നും ആയി ബന്ധമില്ല.